ചുമ്മാ എടുക്കാൻ തോന്നിയ വീഡിയോ. ഇന്ന് ഡേറ്റ് വന്നിട്ട് 22/8/25. ചുമ്മാ എടുക്കാൻ തോന്നി. ഞാൻ മാത്രമേ ഉള്ളൂ, വിഷ്ണു ചേട്ടാ ഇല്ല. കുറച്ച് എഴുതാൻ പിടിക്കാനൊക്കെ ഉണ്ട്. കണ്ടന്റ് എന്ന് പറയുമ്പോൾ കണ്ടന്റായിട്ടൊന്നും ഇല്ല. ലക്സി ഞാൻ ഇപ്പോഴത്തെ ഒരു മൊമെൻറ്റിൽ പറയാനാണ്. ഇപ്പോൾ അടുത്ത റൈറ്റ് മൊമെൻറ്റ് തോന്നിയ ഫീലിംഗ് പറയാണ്. ദിസ് ഈസ് കംഫർട്ടബിൾ. ഓക്കെ, വലിയ വിഷയമില്ല. കംഫർട്ടബിളായിട്ട് ഇനി പോവാം. ഉണ്ടാവും കുറച്ച് കണക്ക് എഴുതണം. മെയിൻ പണിയൊക്കെ വരുമ്പോൾ ഇത്തിരി സ്ട്രെസ്, അല്ലെങ്കിൽ സ്ട്രെസ്സല്ല, ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നൂടെ എനിക്ക് അവിടെ പോയി നോക്കാം. പണിയാണൊക്കെ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് നോക്കേണ്ടതാണ്. അത് വിടും. ബട്ട് എന്നാലും എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി, വലിയ വിഷയമില്ല. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കാം. എത്ര വർഷം വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാം. മേ ബി സൈറ്റുകളുടെ എണ്ണം കൂടും. ഓക്കെ, ഇപ്പോൾ വേറെ കമ്പനിയാണെങ്കിൽ പോലും സൈറ്റുകളുടെ എണ്ണം കൂടും എൻ്റെ അണ്ടറിൽ. ഇപ്പം എനിക്കൊരു സൈറ്റേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇത്ര പാക്കേജ് കാണുള്ളൂ. മറ്റാകുമ്പോൾ എനിക്കൊരു 5-6-10 സൈറ്റ് തരും. 10 തരില്ല, 10ഒക്കെ പോകാം തരും. ഞാൻ അത് മൊത്തം മാനേജ് ചെയ്യണം. അപ്പോൾ മേ ബി ഒരു എക്കണോമിക്കൽ ഹൈക്ക് വരും. ബട്ട് എന്നിരുന്നാൽ കൂടെ സ്റ്റിൽ എൻ്റെ പൊസിഷൻ സൈറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ പ്രൊജക്ട് എഞ്ചിനീയർ മാത്രമാണ്. ഇഫ് ഐ നീഡ് ടു ഗ്രോ ആസ് എ സൈറ്റ് മാനേജർ ഓർ സംതിങ് എൽസ്, നമ്മൾ കുറച്ചുകൂടെ സെറ്റപ്പ് ആവണം. കുറച്ച് കാര്യങ്ങൾ അറിയണം, ഇൻ ഡെപ്ത് അറിയണം. വൈ ദേ ആർ ഡൂയിങ് ദിസ്, ഓ വാട്ട്സ് ദ പർപ്പസ് ഓഫ് ദിസ്, അങ്ങനെ നമ്മൾ അറിയണം. അല്ലാതെ ഇപ്പോൾ ഓഫീസിൽ നിന്ന് അയച്ചാൽ പ്ലാൻ നോക്കി എക്സിക്യൂട്ട് ചെയ്യുന്ന അങ്ങനെ അതിൽ സ്റ്റിക്ക് ഓൺ, അതിൽ കംഫർട്ടായി പോയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് കാര്യം ഇത്തിരി അറിയാൻ പറ്റുള്ളൂ. അതായത് കുറേ ഒരേപോലത്തെ കുറേ സംഭവങ്ങൾ കാണുമ്പോഴേ നമുക്ക് അപ്പോൾ ഇതിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് നമ്മളായിട്ട് മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, ഇതിൻ്റെ മാത്രം ഒരു തോന്നലാണ്. ഇങ്ങനെയാണോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ കുറേ കണ്ടന്റ് വരുമ്പം മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ സംഭവം വരുമ്പം, ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഓക്കെ ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്, ഓക്കെ ഇങ്ങനെ ചെയ്യുന്നു ഇവിടെ ഒന്ന്. അപ്പോൾ നമുക്ക് പിന്നെ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു രീതിയിലോട്ട് മാറും. മറ്റേ പ്രശ്നമാണോ, അപ്പോൾ ഇതാണ് ചെയ്യാനുള്ളത്, അങ്ങനെ പറയാൻ പറ്റുന്ന ഇത് ആവും. അതിപ്പോൾ പല സൈറ്റുകളിൽ നിന്ന് ഒരേപോലത്തെ കുറേ പ്രശ്നങ്ങൾ വരുമ്പം ഇന്നൊരു സെയിം മെത്തേഡാണ് അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കി അതിലും ഓൾട്രേഷൻ വരും. ഓക്കെ, അപ്പോൾ ഇഫ് യു നീഡ് ടു ഗ്രോ നമ്മൾ അല്ലാതെ അറിയണം, അല്ലാതെ പഠിക്കണം. ഓക്കെ, വൈ ദേ ഡൂയിങ്സ് എന്ന സംഭവം ഉണ്ടല്ലോ, ഇത് നമുക്കറിയാവുന്നത്, ഇത് പ്രാക്ടിക്കാലിറ്റി നമുക്ക് അറിഞ്ഞു, സൈറ്റിൽ സംഭവം മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. അത് വൈ, എന്തുകൊണ്ട് അതിങ്ങനെ ആവുന്നു, എന്തുകൊണ്ട് ഈ പ്രശ്നം വരുമ്പോൾ ഇത് തന്നെ അപ്ലൈ ചെയ്യുന്നു, വേറെ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ അവിടെ ആലോചിക്കുന്നില്ല. അപ്പോൾ സൈറ്റ് ഓടാൻ വേണ്ടി ഓക്കെ ഇത് ചെയ്യാം, ഇതാണ് ചെയ്യുന്നത്, സാധാരണ ചെയ്യുന്നത് ഇതാണ്. അത് വൈ എന്നൊക്കെ ഉള്ള നമുക്ക് പയ്യെ കിട്ടുകയുള്ളൂ പിടി. ഞാൻ പറയണത് ഈ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഡെപ്തിൽ പഠിച്ച് വേറെ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എക്കണോമിക്കലി വേറെ എങ്ങനെ ചെയ്യാം എന്ന് വരുമ്പോഴാണ് നമ്മൾ ഗ്രോ ആവണം നമ്മൾ പറയാൻ പറ്റണത്. ഓക്കെ, എന്തിന് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, വേറെ എന്തൊക്കെ വഴികളുണ്ട്, വേറെ എന്തൊക്കെ രീതി ചെയ്യാം. ഓക്കെ, അങ്ങനെ പല നമ്മൾ കുത്തിയിരുന്ന് തപ്പി നമ്മൾ ഗ്രോ ആയി സ്റ്റഡി ചെയ്ത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഗ്രോ ആവുന്നത്. അങ്ങനെ പോവാം. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇരുന്നിട്ട് തന്നെ പയ്യുള്ളൊരു ഗ്രോത്തും ആവാം. പയ്യുള്ള ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരുണ്ട്, എനിക്കറിയാം. ഗ്രോത്ത് വേണ്ടാത്തവരുമുണ്ട്, ഇങ്ങനെ ഇരുന്ന് പോകുന്നവരുമുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് us നീഡ് ഗ്രോത്ത്. ഓക്കെ, മോസ്റ്റ്ലി എല്ലാവർക്കും ഗ്രോത്ത് വേണം. കുറച്ച് വിഭാഗം ആൾക്കാരാണ് പറഞ്ഞത് കംഫർട്ടായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി, ഗ്രോത്ത് ഒന്നും വേണ്ട, വേറെ പ്രാരാബ്ദങ്ങളൊന്നുമില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഫീൽഡ് ഏതാണെങ്കിലും അത് നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായി, പഠിച്ചിട്ടാണ് നിങ്ങൾ വന്നത്, ഇവിടെ പഠിച്ചിട്ടാണ് വന്നത്, ഇനി പഠിക്കാൻ വയ്യെന്നുള്ള മൈൻഡ് സെറ്റാണെങ്കിൽ നമ്മൾക്ക് ഇത്തിരി പാടാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോകും. ഓക്കെ, നമുക്ക് ഗ്രോത്ത് കാണില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കംഫർട്ടായിട്ട് അങ്ങനെ ഇരിക്കും. പിന്നെ സെക്കൻഡ് പറഞ്ഞ സിനാരിയോ ഇല്ലേ, സൈറ്റ് മാത്രം നോക്കി നിൽക്കുന്ന ടൈപ്പ്, ആക്കാൻ പറ്റിപ്പോൾ ഇതാണ്. ഗ്രോ ചെയ്യണം, പഠിക്കാൻ വയ്യ ഇനി കൂടുതൽ. വൈ ദേ ഡൂയിങ് ദിസ് എന്ന സംഭവം പഠിക്കാൻ വയ്യ. അപ്പോൾ പക്ഷെ ആൾ പഠിക്കും. ഇങ്ങനെ ഈ കുറേ സൈറ്റിൽ നിന്ന് ഇത്ര വർഷങ്ങളായി പഠിക്കും. അത് തനിയെ പറഞ്ഞതാണ്. ഓക്കെ, സൈറ്റിൽ നിന്ന് പറഞ്ഞേ, അല്ലാതെ അയാൾ ഇനിഷ്യേറ്റീവ് എടുത്ത്
നെറ്റിലൊക്കെ നോക്കി ആൾക്കാരോട് റെഫർ ചെയ്ത് സംസാരിച്ച് എക്സ്പേർട്ടായിട്ട് സംസാരിച്ച് അങ്ങനെ പഠിക്കണമല്ല, അല്ല സൈറ്റിൽ നിന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ രണ്ട് ഡിഫറൻസ് ഉണ്ട്. ഒന്ന് കുറച്ചുകൂടി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പേസിങ് ആയിട്ട് നമുക്ക് ഗ്രോ ആകാൻ പറ്റും, മറ്റേ സ്ലോ പേസ് ആയിരിക്കും, മേ ബി ഗ്രോ ആയില്ലെന്നും വരും. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ പറയുന്നത് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫീൽഡ് നിൽക്കുകയാണെങ്കിലും ആ ഫീൽഡ് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് നമ്മളെ ഈ ഒരു ഇപ്പോഴത്തെ റെവല്യൂഷൻ ആ സംഭവം പോകുന്നത് സംഭവം. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവമാണ് ഞാൻ നിൽക്കുന്നത്. അതായത് അപ്ഗ്രേഡ് അത് മെയിൻ തിങ്. ഓക്കെ, നമുക്കപ്പോൾ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് വെച്ചോ. അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ, എല്ലാവർക്കും അങ്ങനെയാണ്, എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ മൈൻഡിൽ എനിക്ക് അങ്ങനെയാണ്. അതായത് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ സംഭവത്തെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു സ്പാർക്ക് വേണം. ഓക്കെ, വൈ ദേ ആർ ഡൂയിങ് ദിസ് സംഭവം അറിയണമെങ്കിൽ, അറിയണം, എന്നാലും നമുക്ക് ഗ്രോ ആകാൻ പറ്റുള്ളൂ. ഈ സംഭവം അറിയണമെങ്കിൽ നമുക്കൊരു സ്പാർക്ക് വേണം. എനിക്കത് അറിയണമല്ലോ, എന്തിനാ, ഒരു ക്യൂരിയോസിറ്റി ഉള്ള മൈൻഡ് വേണം. ആ മൈൻഡ് ഇല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ എന്തിന് ഞാൻ ഇത് ചെയ്യുന്നു എന്നുള്ളത്, ഈ ടോപ്പിക്കിൽ എനിക്ക് അറിയണം എന്നുള്ള മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ നമ്മൾ അറിയാൻ നോക്കേയില്ല. നമ്മൾ ഇങ്ങനെ തന്നെ നേരത്തെ സെക്കൻഡ് സിനിമ പറഞ്ഞ പോലെ ഇങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ അതാണ് എനിക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫീൽഡിൽ എനിക്കിത് അറിയണം എന്നുള്ളൊരു സ്പാർക്ക് വന്നിട്ടില്ല. എനിക്കില്ല. ഞാനിപ്പോൾ 8 months ആയി. 8 months മുന്നേ ഞാൻ വർക്ക് ചെയ്തതാണ്. 8 months ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും ഐ എം നോട്ട് ഗെറ്റിംഗ് ദ തിങ്, ദാറ്റ് സ്പാർക്ക്. എനിക്ക് നോക്കാം യൂട്യൂബിൽ കയറി വൈ ദേ ഡൂയിങ് ദിസ്. ഓക്കെ, അധിക കാലം പോകില്ല. അത് കുറച്ച് കാലത്ത് ഒരു പേരിന് നോക്കും പോലെ ആയിപ്പോവും. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയാണ് സംഭവം. ഈ വീഡിയോ ഒരു ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതാരും കാണുന്നുമില്ല, അത് ഡസൻറ്റ് മാറ്റർ. എൻ്റെ കമ്പനിയിലുള്ളവർ ചിലപ്പോൾ കാണുമായിരിക്കും, ഇപ്പോൾ അല്ല. മേ ബി ഇൻ കേസ് ഇൻ ദ ഫ്യൂച്ചർ ഞാൻ ഈ ഒരു ചാനൽ ഗ്രോ ആവുകയാണെങ്കിൽ മേ ബി ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലുള്ളവരെ കാണുമായിരിക്കാം. കടലിൽ വിഷയമൊന്നുമില്ല, ഞാൻ ഫാക്റ്റാണ് പറയുന്നത്. അപ്പോൾ ആർക്കാണോ ഇത് കാണുന്നില്ല, ഞാൻ ഷെയറും ചെയ്യുന്നില്ല. ഞാൻ ഫിയർ മാറി വരുന്നേ ഉള്ളൂ. കാര്യം ദിസ് ഇസ് മോർ ലൈക്ക് എ പേഴ്സണൽ തിങ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഷെയർ ചെയ്യാത്തത്. ഇപ്പോൾ ഞാൻ കട്ടൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് വിഷയമായിട്ടുള്ള സംഭവം എൻ്റെ പേഴ്സണൽ തിങ് അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ഷെയർ ചെയ്തേനെ. ദിസ് ഇസ് മോർ ലൈക്ക് എ പേഴ്സണൽ തിങ്, പേഴ്സണൽ ചാനലുമാണ്. അതുകൊണ്ട് ഏതെങ്കിലും വിഷയം വീഡിയോ ഷെയർ ചെയ്താൽ പോലും എൻ്റെ അക്കൗണ്ടിൽ വേറെയും മുക്കാലുള്ള പേഴ്സണൽ വീഡിയോസാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ വീഡിയോസ് എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയണത്. ഓക്കെ, ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുമ്പോൾ കേസാണ് പറയണത്, ഫ്രണ്ടല്ല ക്ലോസ് ഫ്രണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആൾക്കാർ ചോദിക്കും, നീ പിന്നെ എന്തിനാണ് ഷെയർ ചെയ്യണ കാര്യം ജസ്റ്റ് എനിക്കൊന്ന് കാണാനും ഇൻ കേസ് ആർക്കെങ്കിലും ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ആർക്കെങ്കിലും ഇത്ര ലെങ്ത്തുള്ള വീഡിയോ ഫസ്റ്റ് ഓഫ് ആരും കാണില്ല. ഇൻ കേസ് ആരും കണ്ട് ഹെൽപ്പ് ആവുകയാണെങ്കിൽ, അതായത് സെയിം സിറ്റുവേഷൻ ഉണ്ടെന്നെങ്കിൽ ഒരാൾക്കറിയുമ്പോൾ ഒരു റിലീഫാണ്. കാരണം എനിക്കതറിയാം, ഈ സെയിം സിറ്റുവേഷൻ വേറെ ഒരാൾക്കുണ്ട് എന്ന് അറിയുമ്പം ഓക്കെ. അപ്പോൾ നമ്മൾ ആളുടെ ടച്ച് ചെയ്യാൻ നോക്കാം, ആളുമായിട്ട് ഇങ്ങനെ കോൺടാക്ട് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് ഞാൻ നമ്പറെല്ലാം നമ്പറിൽ കൊടുക്കാൻ നോക്കാം അല്ലേ. ശരിയാണ്, അതൊരു നല്ലൊരു പോയിൻ്റാണ്. വാട്സപ്പ് നമ്പറിൽ കൊടുക്കാൻ നോക്കാം എൻ്റെ വീഡിയോയിൽ താഴെ. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിയായിരിക്കും ആൾക്കാർക്ക്. ഓക്കെ, വാട്സപ്പ് നമ്പർ കൊടുക്കാൻ നോക്കാം വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ. അങ്ങനെയെങ്കിൽ ആൾക്കാർ കോൺടാക്ട് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ നമുക്ക് ഇപ്പം സെയിം പ്രശ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു റിലീഫ് കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഓൾ. വീഡിയോ എൻഡ് ചെയ്യണം. ദാറ്റ്സ് ഓൾ. ഷൂട്ട് പറഞ്ഞാൽ മറ്റേ ഡെർണയുടെ ഷൂട്ട് പറഞ്ഞത് എനിക്ക് 30-ാം തീയതിയാണ് പറയുന്നത്. 30-ാം തീയതി റീഷെഡ്യൂൾ ചെയ്ത് തന്നു. അങ്ങനെ റീഷെഡ്യൂൾ ചെയ്ത് തന്നു. അപ്പോൾ ആ ലീവ് എടുത്തിട്ടുണ്ട്. പിന്നെ മലയ്ക്ക് പോകണം 3-4 ആണ്, അതായത് അടുത്ത മാസം 9-ാം മാസം 3-4 മലയ്ക്ക് പോകും. 5-6 ഓഫീസിൽ ലീവാണ്. 7-ാം തീയതി ഞായറാഴ്ചയാണ്, അത് ഓഫാണ്. അപ്പോൾ 5 ദിവസം ഓഫ് കിട്ടുന്നുണ്ട്. വള്ളി പിന്നെ ഇവിടെ നിന്ന് വരും. ദാറ്റ്സ് ഫൈൻ. ലെറ്റ്സ് സീ. നമുക്ക് സൈമണാവാം കുറച്ച്. കൂലി വലിയ പോരാ, പക്ഷേ ഒരു എൻ്റർടൈനറാണ്, അത്ര തന്നെ. സ്റ്റോറി ബേസും ലോജിക്കൽ ബേസും ഒന്നുമില്ല, അടിച്ചുപൊളി പടം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇവിടെയാണ് കുറച്ച് കാണുന്നത്, ഇവിടെ ഇല്ല കേട്ടോ. ഈ മൊട്ടച്ചി ഐ എം സ്റ്റിൽ ഹീലിംഗ്. എല്ലാം ശരിയായി വരുന്നേ ഉള്ളൂ. ഈ വീഡിയോ കാണുമ്പോൾ ഓക്കെ എന്ന് വിചാരിക്കേണ്ട.
ഓക്കെ അല്ലായിരുന്നു, മൈൻഡിൽ ഇപ്പോഴും തിങ്സ് ഉണ്ട്. ബൈ. കമൽ വിളിക്കണം.